നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ മുത്തശ്ശ? ആനന്ദ, ഇനി പ്രതീക്ഷയോടൊന്നും വേണ്ട. ദേവികയെ കല്യാണം കഴിക്കാമെന്ന് ചിന്തിച്ച് നീ സമയം പാഴാക്കണ്ട. ആ കല്യാണം നടക്കില്ല മുത്തശ്ശ. എന്നാ പതിയെ പതിയെ ഒന്ന് നടന്നാലോ? ഇത്തിരി കഴിഞ്ഞോട്ടെ. എനിക്ക് ചേച്ചി വിളിച്ച് ഇപ്പൊ തന്നെ സന്തോഷ വാർത്ത പറയണം. എന്നിട്ട് നമുക്ക് സ്വാമിയച്ഛനോട് ചോദിച്ചിട്ട് നടക്കാൻ ഇറങ്ങാം. ശരി, നീ ചേച്ചിയെ വിളിക്കേ. ഹലോ ചേച്ചി, മോളെ, ഞാനിപ്പോ അമ്പലത്തില്. ഇവിടെ ഋഷിയുടെ കുടുംബക്കാരെല്ലാരും ഉണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. അതെന്താ എല്ലാരും ചേർന്ന അമ്പലത്തില്? എന്താ വിശേഷം? ഞാൻ പിന്നെ നിന്നെ അങ്ങോട്ട് വിളിക്കാം മോളെ. എല്ലാം വിശദമായിട്ട് പിന്നീട് പറയാം. ശരി മോളെ. അല്ല ചേച്ചി, എന്താ പുറത്തൊരു ശബ്ദം? സിദ്ധു മറ്റാണോ? ഈശ്വര, സിദ്ധു ഇവിടെ ഉണ്ടല്ലോ. എന്താ അവിടെ? വാ, പോയി നോക്കാം. വാ. അച്ഛനും അമ്മയും നമസ്കാരം. അമ്മേ നമസ്കാരം. അച്ഛൻ ആരാ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അത് അനുവാദം ഇല്ലാതെ വീടിന്റെ മുറ്റത്ത് കയറി വന്നിട്ട് തോന്നിയാസം കാണിക്കണം. അയ്യോ അമ്മേ, തോന്നിയോസല്ലത്, ഇത് ആഘോഷമാ. കല്യാണം നടക്കുന്ന വീടല്ലേ ഇത്? എന്റെ വക ഒരു ആഘോഷമായിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. ഇത് കല്യാണം നടക്കുമ്പോഴുള്ള ആഘോഷം. ഇനി മുടങ്ങുമ്പോ വേറെ ആഘോഷമുണ്ട്. കല്യാണം മുടങ്ങാനോ? വെറുതെ ഭ്രാന്ത് പറയാതെ ഇറങ്ങിപ്പോടോ. വേണ്ട, അധിക ആവേശമൊന്നും വേണ്ട. കേട്ടല്ലേ, ദേവിക അവൾ എന്റെ പെണ്ണ. ഈ ഭദ്രന്റെ പെണ്ണ്. അവളെ താലി കെട്ടുന്ന ഞാനായിരിക്കും. ഞാനേ കെട്ടു. അല്ലാതെ ബോധം പൊക്കണമില്ലാത്ത ഇവനെ കൊണ്ട് കെട്ടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് ലോക്കറി വെച്ച് പൂട്ടിയേക്ക്. ആ കല്യാണം നടക്കില്ല. ഭദ്രൻ നടത്തിക്കില്ലടോ. അതുകൊണ്ടേ നടക്കാത്ത കല്യാണത്തിന് വെറുതെ കച്ച കെട്ടി ഇറങ്ങാൻ നിൽക്കണ്ട. എന്താടാ, നിനക്ക് ദേവിയെ കെട്ടണോ? ഞാൻ കെട്ടിച്ചേരടാ, നിനക്ക് കെട്ടണോ? നിനക്ക് കെട്ടണോടാ? എന്റെ വേണോടാ? കെട്ടണോ? പറടാ. തല്ലണോ നിനക്ക്? തല്ലടാ നീ എന്നെ. തല്ലടാ. അനങ്ങരുത്, അടങ്ങി നിന്നോണം. പറടാ, നിനക്ക് ദേവിയെ കെട്ടണോ? തല്ലി നോക്കടാ. തല്ലടാ. തല്ലടാ. തല്ലനെ. തല്ലി നോക്കടാ. ഇറങ്ങി പോടാ.
എടാ, വലിച്ച പോലീസിനെ വിളിക്കേ. ഞാനിപ്പോ വിളിക്കാം. അല്ലല്ലോ ഇവനെ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് പണി പാടും. തൽക്കാലം പോയേക്കാം. പക്ഷേ ബോധമില്ലാത്തവനെ ഞാൻ വെറുതെ വിടില്ല. എഴുന്നേറ്റ് പോടാ. അബി ഞാനിപ്പോ പോവുക. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ദേവികയുമായിട്ടുള്ള കല്യാണാലോചന ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഇല്ലെങ്കിൽ താലികെട്ട ഇവ ഉണ്ടാവില്ല. അതിനുമുമ്പ് ഇവനെ ഞാൻ തീർത്തു കളയും. ഇറങ്ങി പോടാ. നിന്റെ വിരട്ടിലൊന്നും ഇവിടെ വേണ്ട. നിനക്കുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എപ്പോഴെന്ന് വെച്ചാ ഞാനങ്ങ് സ്വീകരിച്ചോളാം. കാണാം നമുക്ക്. മോനെ അബി വലിയ ഇതൊന്നും കാര്യമാക്കണ്ട. ആനന്ദൻ നേരത്തെ വന്നു. ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ മുത്തശ്ശ, എന്താ കാണണമെന്ന് പറഞ്ഞു? എന്താ മുത്തശ്ശ? ആനന്ദ, ഇനി പ്രതീക്ഷയോടൊന്നും വേണ്ട. ദേവികയെ കല്യാണം കഴിക്കാമെന്ന് ചിന്തിച്ച് നീ സമയം പാഴാക്കണ്ട. ആ കല്യാണം നടക്കില്ല. മുത്തശ്ശ, അത് ഇനി മനസ്സിൽ പ്രതീക്ഷകളൊന്നും വെച്ചേക്കണ്ട. സിദ്ധാർത്ഥനുമായുള്ള വിവാഹത്തിന് ദേവിക അവർക്ക് വാക്കുകൊടുത്തു. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് വളയിടൽ ചടങ്ങ് നടന്നു. അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ ആവുന്നതും ശ്രമിച്ചതാ. ഞാൻ മാത്രമല്ല, അവളുടെ സഹോദരി ഗോപികയും. ആനന്ദ, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. നമുക്ക് ആഗ്രഹിക്കാനല്ലേ സാധിക്കൂ. നടത്തിത്തരേണ്ടത് ദൈവമല്ലേ. എനിക്ക് താല്പര്യം ആനന്ദനെ കൊണ്ട് ദേവിയെ കെട്ടിക്കാനായിരുന്നു. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിധിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.